بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا جل وعلا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ആദരണീയരായ സഹോദരി സഹോദരങ്ങളെ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും കൃപയും റഹ്മത്തും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. ഇസ്ലാമിക പാഠം ലജ്ജ വസ്ത്രാലങ്കാരം എന്നുള്ള ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. ലജ്ജ എന്ന് പറയുന്നത് ഈമാനിൻ്റെ, സത്യവിശ്വാസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ലജ്ജ എന്ന് പറയുന്നത് മുഴുവൻ നന്മയാണ്. ലജ്ജ എന്ന് പറയുന്നത് മനുഷ്യനെ തിന്മകളിൽ നിന്ന് തടഞ്ഞു നിർത്തുന്ന ഒന്നാണ്. ലജ്ജയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും എമ്പാടും കാണാൻ കഴിയും. ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ഒരു വിവാഹം. സ്വാഭാവികമായും വിവാഹത്തിന് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള ആ മഹനീയമായ കാര്യത്തിന് ആളുകൾ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഭക്ഷണം കഴിച്ച ആളുകൾ സംസാരിച്ച് അങ്ങനെ ദീർഘമായ സംസാരിച്ച് രസിച്ച് സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. പ്രവാചകന് അവരോടൊന്ന് നിങ്ങൾ പിരിഞ്ഞു പോകൂ എന്ന് പറയാൻ ഒരു മടി. അതാണ് ലജ്ജ. പ്രവാചകനെ ലജ്ജിക്കുക. വിശുദ്ധ ഖുർആൻ പറയാൻ 33-ാം അധ്യായം സൂറത്തു അഹ്സാബ് അതിൻ്റെ 53-ാമത്തെ ആയത്തിൽ കാണുകയാണ്, ഫഇദാ തുഇംതും, നിങ്ങൾ ആ തുആം ഭക്ഷണം അത് കഴിച്ചാൽ, ഫന്തശിറൂ, നിങ്ങൾ പിരിഞ്ഞു പോകണം, വലാ മുസ്തഅനിസീന ലിഹദീസിൻ, സംസാരിക്കാനായിട്ട് ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കരുത്. ഇന്ന ദാലികും കാന യുദിൻ നബിയ്യ, നിശ്ചയം അത് പ്രവാചകനെ ശല്യമാണ്, പ്രവാചകനെ ശല്യപ്പെടുത്തുകയാണ്. ഫയസ്തഹി മിൻകും, എന്നാൽ പ്രവാചകൻ നിങ്ങളോട് പിരിഞ്ഞു പോകൂ എന്ന് പറയാൻ യസ്തഹി, ഹയാ ഉള്ളവനാണ്, ലജ്ജയുള്ളവനാണ് എന്ന് പറയാൻ. അപ്പം ഞാനിതിവിടെ ഉദാഹരിച്ചത് എന്തിനാണെന്നറിയോ? അള്ളാഹുവിൻ്റെ റസൂലിന് ഭയങ്കര ലജ്ജാലുമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആയത്തിലൂടെ ജനങ്ങൾ ഒരു സംസ്കാരം പഠിപ്പിക്കാൻ, സംഗതി കഴിഞ്ഞാൽ അവിടെ നിന്ന് പോകുക എന്നുള്ളത്.
അള്ളാഹു ലജ്ജാലുവാണ് എന്ന് പിന്നെ തിരുവചനത്തിൽ കാണാനായിട്ട് കഴിയും. നിങ്ങൾ പലപ്പോഴായിട്ട് കേട്ടിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ പ്രാർത്ഥനയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മര്യാദയാണ് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് ഇമാം തിർമിദിയുടെ വചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇന്നല്ലാഹ ഹയ്യുൻ, അള്ളാഹു ലജ്ജാലുവാണ്, വളരെയും മടിയുള്ള അവനാണ്. കരീമുൻ, മാന്യനാണ്. യസ്തഹി, അവൻ ലജ്ജിക്കുന്നു, അള്ളാഹു ലജ്ജിക്കുന്നു. ഇദാ റഫഅ അർ-റജുലു ഇലൈഹി യദൈഹി, ഒരാൾ തൻ്റെ 2 കൈകളും അള്ളാഹുവിലേക്ക് ഉയർത്തുകയാണ്, അവൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ, കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അയ്യറുദ്ദഹുമാ സിഫ്റൻ, അത് പൂജ്യമായിട്ട് ആ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരവും കൊടുക്കാതെ അവനെ മടക്കുക എന്നുള്ളത്, ആ പ്രാർത്ഥന, ആ കൈകൾ മടക്കുക എന്നുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല, അള്ളാഹു അതിൽ നിന്ന് ലജ്ജിക്കുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരം നൽകുന്നർത്ഥം. അപ്പോൾ അള്ളാഹു, റസൂല്, പിന്നെ അങ്ങനെ ലജ്ജ എന്ന് പറയുന്നത് ഒരു വലിയ ഗുണമാണ്. ഒരു സ്തുത്യർഹമായിട്ടുള്ള, അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു മഹനീയമായിട്ടുള്ള സ്വഭാവമാണ് ലജ്ജ എന്ന് പറയുന്നത്. നല്ല കാര്യങ്ങൾ ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന, ചീത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ മനുഷ്യൻ്റെ മനസ്സിനെ പ്രചോദിപ്പിക്കുന്ന ഒന്നാണ് ലജ്ജ എന്ന് പറയുന്നത്. അത് തിന്മയിൽ നിന്ന് മനുഷ്യനെ തടഞ്ഞു നിർത്തുന്നു. ഒരിക്കൽ ഒരാൾ തൻ്റെ സഹോദരനെ, പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഒരാൾ തൻ്റെ സഹോദരനോട് ഇങ്ങനെ പറയാൻ, നീ ഇത്രമാത്രം ലജ്ജിക്കാൻ പാടില്ല, നിനക്ക് നല്ലവണ്ണം ലജ്ജയുണ്ട്, ഇങ്ങനെ ലജ്ജിച്ചാൽ നിനക്ക് ദോഷമാണ്, തിന്മകൾ വരും എന്ന് ആ മനുഷ്യൻ പറയുകയാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉപദേശം കേട്ടു. ഈ ഉപദേശം കേട്ട് കടന്നു വന്ന പ്രവാചകൻ അവരോട് പറഞ്ഞു, ദഅഹു, സഹോദര, നീ അവൻ ഇങ്ങനെ ഉപദേശിച്ച് ഈ രൂപത്തിലുള്ള ഉപദേശം നൽകരുത്, വിട്ടേക്കുക, അവനെ വിടുക. ഫഇന്നൽ ഹയാഅ മിനൽ ഈമാൻ, ലജ്ജ എന്ന് പറയുന്നത് മോശം സംഗതിയല്ല, അത് ഈമാനിൻ്റെ ഭാഗമാണ്, അത് സത്യവിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് പ്രവാചകൻ അവിടെ പഠിപ്പിക്കുകയാണ്. ആ കാര്യം ഇമാം മുസ്ലിം 36 നമ്പർ, ഇമാം ബുഖാരി 24 നമ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും മുഴുവൻ വിശ്വാസികളുടെയും അനിവാര്യമായിട്ടുള്ള ഒരു ഗുണമാണ് ലജ്ജ എന്ന് പറയുന്നത്. നമ്മുടെ ഈമാൻ, നമ്മളിപ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നു എന്നൊക്കെ പ്രഖ്യാപിക്കുന്ന ആളുകളാണല്ലോ. നമ്മുടെ വിശ്വാസം നേരെയാവണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ലജ്ജയുണ്ടാകണം. എന്താ കാരണം? ലിഅന്നഹാ തംനഉൽ മർഅ മിനൽ വുഖൂഇ ഫിൽ ആസാം, പാപങ്ങളിൽ ചെന്ന് മനുഷ്യർ പതിക്കുന്നത് ആ ലജ്ജ മനുഷ്യനെ തടഞ്ഞു നിർത്തുന്നു എന്നുള്ളതാണ്. കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് കരുതുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സവിസ്തരം ഈ കാര്യങ്ങൾ പറഞ്ഞു. ഒരു വചനം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. അൽ ഈമാൻ, സത്യവിശ്വാസം എന്ന് പറയുന്നത് 70 പരം ശാഖകളാണ്. അപ്പം നമ്മൾ ഈമാൻ കാര്യം എന്ന് പറഞ്ഞിട്ട് എത്ര പഠിക്കണത്? 6. അത് അടിസ്ഥാന കാര്യങ്ങളാണ്, വളരെ മൗലികമായിട്ടുള്ള കാര്യങ്ങളാണ് 6 കാര്യങ്ങളെന്ന് പറയുന്നത്. പക്ഷേ ഈമാൻ എന്ന് പറയുന്നത് അൽ ഈമാൻ 70 പരം ശാഖകളാകുന്നു. എന്നിട്ട് പറഞ്ഞു ഫഅഫ്ളലുഹാ, അതിലേറ്റവും സർവശ്രേഷ്ഠമായിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിന് മാത്രമേ ആരാധിക്കാവൂ, അവനല്ലാതെ ഒരു ഇലാഹുമില്ല എന്നുള്ള ആ ലാ ഇലാഹ ഇല്ലല്ലയാണ് ഈമാനിൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനത്ത്, ഏറ്റവും ശ്രേഷ്ഠമായിട്ട് നിലകൊള്ളുന്നത്. എന്നിട്ട് പറഞ്ഞു വൽ ഹയാഉ മിനൽ ഈമാൻ, ലജ്ജ എന്ന് പറയുന്നത് ഈമാനിൽപ്പെട്ടതാണ്. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. ഒരു മനുഷ്യൻ റസൂലിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഔസ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വസിയ്യത്ത്. നിങ്ങൾ കേട്ടില്ലേ വസിയ്യത്ത്? വസിയ്യത്ത് എന്ന് പറയുന്ന അർത്ഥം ഒരു സ്നേഹോപദേശം, ജീവിതത്തിൽ നിർബന്ധമായും പാലിക്കേണ്ടുന്ന
ഒരു ഉപദേശം അത് സ്നേഹത്തോടുകൂടെ നൽകുമ്പോൾ അതിനാണ് വസിയ്യത്ത് എന്ന് പറയുക. പ്രവാചകൻ്റെ അടുക്കൽ ഈ മനുഷ്യൻ വന്ന് പറഞ്ഞു, ഔസുനി റസൂലേ, എനിക്കൊരു വസിയ്യത്ത് തന്നാലും. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, ഊസീക അൻ തസ്തഹി മിനല്ലാഹി അസ്സ വജൽ, നീ ഉന്നതനും പ്രതാപവാനുമായ അള്ളാഹുവിൽ നിന്ന് ലജ്ജ കാണിക്കുന്ന വ്യക്തിയായി മാറണമെന്ന് ഞാനിതാ നിന്നെ വസിയ്യത്ത് ചെയ്യുന്നു, നിന്നെ ശക്തമായിട്ട് ഉപദേശിക്കുന്നു എന്നാണ്. ഏതുപോലെ കമാ തസ്തഹി മിനർ റജുലി സ്വാലിഹ്, നീ ഒരു നല്ല മനുഷ്യൻ്റെ അടുക്കൽ ലജ്ജ കാണിക്കുന്നത് പോലെ. അപ്പം നിങ്ങൾ നോക്കൂ, നമ്മൾ ഒരു നല്ല മാന്യനായിട്ടുള്ള വ്യക്തി അദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പോകുക? ഒരു തോർത്ത് കൊണ്ടെടുത്ത് ആരെങ്കിലും പോകുമോ? ലജ്ജയുണ്ടെങ്കിൽ അയാൾ അല്പം മാന്യമായിട്ടാണ് പോവുക എന്നതുപോലെ നമ്മളെന്ത് ചെയ്യണം? എല്ലാ രംഗങ്ങളിലും ലജ്ജ കാണിക്കേണ്ടതുണ്ട്. എന്താ ഈ ലജ്ജ ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? ലജ്ജയില്ലെങ്കിലുണ്ടല്ലോ എന്തുമാകാമെന്നാണ്. സഹീഹുൽ ബുഖാരിയിൽ കാണാം 3483 വചനത്തിൽ നമ്മൾ ചെറുപ്പത്തിൽ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു ഹദീസാണ്. അതായത് ഇന്ന മിമ്മ അദ്റകൻ നാസു മിൻ കലാമിൻ നുബുവത്തിൽ ഊലാ ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത, അതായത് മുമ്പ് കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെ ആ പ്രബോധന സംരംഭങ്ങളിൽ, പ്രബോധന ചരിത്രങ്ങളിൽ നിന്ന് ജനങ്ങൾ ആർജിച്ചെടുത്തൊരു കാര്യമാണെന്ത്? ലജ്ജയില്ലെങ്കിൽ ഇഷ്ടമുള്ളത് പ്രവർത്തിച്ചോ എന്നുള്ളത്. അതാണ്, ലജ്ജയില്ലെങ്കിൽ ആർക്കും എങ്ങനെയും നടക്കണം. അപ്പോൾ ലജ്ജ എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്ന് നമ്മൾ ഇതിനകം മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു. ഇനി നിങ്ങൾ നോക്കൂ, ഈ ഇന്നത്തെ നമ്മളുടെ ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ലജ്ജയും നമ്മുടെ വസ്ത്രം, വേഷം ഇതുമായി ബന്ധപ്പെട്ടാണ് സൂചിപ്പിക്കാനുള്ളത്. എന്താണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പല ആളുകളുടെയും വസ്ത്രവും വേഷവും? നിങ്ങളാരും എന്നെ വെറുക്കരുത് എന്ന് ഞാൻ ആമുഖമായിട്ട് സൂചിപ്പിക്കുകയാണ്. പല കാര്യങ്ങളും പറയാൻ കൊള്ളാത്തതാണ് എന്നുള്ളതാണ് വാസ്തവം. നിങ്ങൾ നോക്കൂ, ഇന്ന് ഫാഷൻ എന്ന് പറഞ്ഞുകൊണ്ട്, ഡിസൈൻ എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ നൂതനമായിട്ടുള്ള പുരോഗമനത്തിൻ്റെയൊക്കെ ചിന്തകൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുന്നള്ളിക്കുന്നത് ഒരു ലജ്ജയുമില്ലാത്ത വസ്ത്രസങ്കല്പങ്ങളാണ് എന്നുള്ളതാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല 7-ാം അധ്യായത്തിൽ 26-ാമത്തെ ആയത്തിൽ പറയാൻ, യാ ബനി ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ, ആദമിൻ്റെ മക്കളെ, മനുഷ്യരെ, നിങ്ങൾക്ക് ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ, നിങ്ങൾക്ക് നാം വസ്ത്രം ഇറക്കി തന്നിരിക്കുന്നു. ആ വസ്ത്രം എന്തിനാ? യുവാരി സൗആതികും, നിങ്ങളുടെ ഗോപ്യസ്ഥാനങ്ങൾ മറക്കുന്നതിന് വേണ്ടി. അപ്പോൾ വസ്ത്രത്തിൻ്റെ ലക്ഷ്യം വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ? നമ്മുടെ പ്രൈവറ്റ് പാർട്ടുകൾ മറക്കണം, മാന്യമായിട്ട് മറക്കണം. അതാണ്. എന്നിട്ട് പറഞ്ഞു വരീഷ, അലങ്കാര വസ്ത്രങ്ങളും ഇറക്കി തന്നിരിക്കുന്നു. അപ്പോൾ ഒരു അലങ്കാരവും ഒരു ഡിസൈനും ഒരു ഫാഷനൊന്നുമില്ലാതെ വളരെ പഴഞ്ചനായ രൂപത്തിൽ മനുഷ്യൻ നടക്കണം ഇസ്ലാം പറയുന്നില്ല. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയാൻ, നിങ്ങൾക്ക് അലങ്കാര വസ്ത്രം വരീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഫ്സീറുകളിൽ കൊടുത്തിട്ടുള്ളത് അറിയോ? യാ ബനി ആദമ ഖദ് ജഅൽനാ ലക്കും ലിബാസൻ യസ്തുറു ഔറാത്തിക്കും, നിങ്ങൾ ഔറത്ത് മറക്കുന്ന വസ്ത്രം നിങ്ങൾക്ക് ഇറക്കി. അതാണ് ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതിക്കും എന്ന് പറഞ്ഞാൽ. വരീഷൻ എന്ന് പറഞ്ഞാൽ, അലങ്കാര വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? വഹുവ ലിബാസുൽ ലറൂറ ലിബാസൻ ലിസീനത്തി വത്തജമ്മുൽ. സീനത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സീനത്ത്, ആ ഭംഗി, അലങ്കാരം, മോടി. ഖുർആനിൽ വന്നിട്ടുള്ള വാക്കാണ് സീനത്ത് എന്ന് പറയുന്നത്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി. അത് എന്താണ്? ദുനിയാവിൻ്റെ ഒരു അലങ്കാരമാണ്, മോടിയാണെന്നാണ്. അപ്പോൾ ഈ അലങ്കാര വസ്ത്രം എന്ന് പറഞ്ഞാൽ വലിബാസൻ ലിസീനത്തി വത്തജമ്മുൽ. തജമ്മുൽ എന്ന് പറഞ്ഞാൽ എന്താ? മനോഹാരിതയ്ക്ക് വേണ്ടി, ചന്തത്തിന് വേണ്ടി,
ഭംഗിക്ക് വേണ്ടി അതിന് അല്ലാഹു തആല വസ്ത്രം ഇറക്കി തന്നിട്ടുണ്ടെന്നാ. അപ്പോൾ ഭംഗിയുള്ള വസ്ത്രമൊക്കെ ധരിച്ച് ഭംഗിയുള്ള വ്യക്തിയായി നടക്കാൻ പരിശുദ്ധ ഖുർആന് തന്നെ നമുക്ക് അധ്യാപനം നൽകുകയാണ്. പക്ഷേ ഇന്ന് പല ആളുകളുടെയും വസ്ത്രം എന്ന് പറയുന്നത് സംസ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത വളരെ വൃത്തികെട്ട അരോചകമായ അറുവഷളൻ വേഷവിധാനങ്ങളാണ്, സംസ്കാര ശൂന്യമായിട്ടുള്ള വസ്ത്രങ്ങളാണ് ആളുകൾ അണിഞ്ഞ് ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടുന്ന വേദിയിലേക്ക് പോലും വരുന്നത് എന്നുള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ പോലും ഈ വസ്ത്രങ്ങൾ കണ്ടിട്ട് അവരും അതിൽ ആകൃഷ്ടരായി അവർ വഴിതെറ്റാൻ ഇടവരുന്നു എന്നുള്ളതാണ് സത്യം. സഹോദരങ്ങളെ, ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭംഗി, നല്ല ചന്തമുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളതൊക്കെ ഇസ്ലാം അംഗീകരിച്ച കാര്യമാണ്. ഒരു ഹദീസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. ഞാൻ അതിൻ്റെ ചുരുക്കം പറയട്ടോ. അണുമണി തൂക്കം അഹങ്കാരമുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഒരാൾ ചോദിച്ചു, ഇന്ന റജുല യുഹിബ്ബു അൻ യകൂന സൗബഹു ഹസന. ഒരാൾ അയാളുടെ വസ്ത്രം നല്ല വസ്ത്രമാകാൻ ഇഷ്ടപ്പെടുന്നു. വനഅലുഹു ഹസന, അവൻ്റെ ചെരുപ്പും അവൻ്റെ പാദരക്ഷയും നന്നാവാൻ ഇഷ്ടപ്പെടുന്നു. അത് അഹങ്കാരത്തിൽ പെട്ടതാണോ എന്ന ചോദ്യം. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, കാല ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. തീർച്ചയായും അല്ലാഹു സുന്ദരനാണ്, അല്ലാഹു സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു. അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? അത് നല്ല വസ്ത്രം ധരിച്ചത് കൊണ്ട് അഹങ്കാരിയാകൂല. മറിച്ച് അഹങ്കാരം എന്ന് പറഞ്ഞാൽ അൽ കിബ്റു ബതറുൽ ഹഖ് വഗംതുൻ നാസ്, സത്യത്തെ തള്ളിക്കളയുക. സത്യം അതാണ്, പക്ഷേ നമ്മൾ അസത്യത്തിൻ്റെ കൂടെ നിൽക്കുക, അത് അഹങ്കാരമാണ്. സത്യത്തെ തള്ളിക്കളയുക, ജനങ്ങളെ ചെറുതായി കാണുക, അതൊക്കെയാണ്. അപ്പോൾ ഈ ഹദീസിൽ കിട്ടുന്ന പാടെന്താണ്? തീർച്ചയായിട്ടും പാദരക്ഷയുൾപ്പെടെ, വസ്ത്രം മാത്രമല്ല പാദരക്ഷയുൾപ്പെടെ ഭംഗിയുള്ളതാവുക എന്നുള്ളത് അത് ഇസ്ലാമിൻ്റെ താല്പര്യമാണ്, അല്ലാഹു ഇഷ്ടപ്പെടുന്നതാണ് എന്നുള്ളതാണ്. പക്ഷേ സഹോദരങ്ങളെ, വസ്ത്രം, വേഷം, ഇവിടെയൊക്കെ ഇസ്ലാമിന് വളരെ കൃത്യവും വ്യക്തവും കണിശവുമായിട്ടുള്ള നിയമങ്ങളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ 5863 വചനത്തിൽ കാണാം, നഹാന അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ പ്രവാചകൻ ഞങ്ങളോട് വിരോധിച്ചു. എന്താ വിരോധിക്കുന്നത്? അൻ ഖാതമിദ് ദഹബി, സ്വർണത്തിൻ്റെ മോതിരം, സ്വർണത്തിൻ്റെ ഒരു ആഭരണവും പുരുഷന്മാർക്ക് പാടില്ല. ഈ ഹദീസിൽ അത് പ്രത്യേകം എടുത്തു പറഞ്ഞെന്ന് മാത്രം. ഔ ഹലഖത്തി ദഹബ്, അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ ഈ ബ്രേസ്ലെറ്റ് പോലുള്ള വട്ടത്തിലുള്ള എന്തുമാകട്ടെ, അതൊന്നും പാടുള്ളതല്ല. എന്നിട്ട് പറയാം, നമ്മൾ വസ്ത്രമാണല്ലോ വിഷയം. വഅനിൽ ഹരീർ, ഹരീർ എന്ന് പറഞ്ഞാൽ പട്ട്, അത് പുരുഷന്മാർക്ക് പാടില്ല. എന്നിട്ട് പറയാണ് വൽ ഇസ്തബ്റഖ്, ഇസ്തബ്റഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിയുള്ള പട്ടാണ്. ദീബാജ്, ദീബാജ് എന്ന് പറഞ്ഞാൽ മേത്തരം പട്ടുകൾ, ഗുണമേന്മയുള്ള പട്ടുകൾ. ഇതൊന്നും തന്നെ പുരുഷന്മാർക്ക് ഈ ദുനിയാവിൽ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സുന്ദരനാകാം, നല്ല വസ്ത്രം ധരിക്കാം, പക്ഷേ പാടില്ലാത്തത് എന്ത് എന്ന് പറഞ്ഞതാണ്. ഇനി നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, നമ്മുടെ സമൂഹത്തിൽ നിങ്ങൾ നോക്കൂ, ചില ആളുകൾക്ക് എന്താണെന്നറിയങ്ങൾ, നമ്മുടെ ഈ ആധുനികവൽക്കരണത്തിൻ്റെ ഒഴുക്കിൽ, ആ ഒഴുക്കിനനുസരിച്ച് നീന്തുന്ന, വിശ്വാസം കളഞ്ഞു കുളിക്കുന്ന കുറേ ആളുകൾ. അതായത് ഇപ്പോൾ ഈ ട്രൗസർ ധരിച്ചിട്ട്, തുട ഉൾപ്പെടെ കാണുന്ന ട്രൗസറും ബനിയനും ധരിച്ചിട്ട് ആളുകളുള്ള, എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ട്രെയിൻ യാത്ര നടത്തുകയാണ്. അപ്പോൾ ട്രെയിനിൽ നിങ്ങൾ നോക്കൂ, നമ്മൾ സ്ലീപ്പർ ക്ലാസ്സിലൊക്കെ യാത്ര ചെയ്യുക മണിക്കൂറുകൾ. അപ്പോൾ ഈ രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചിട്ട് അതിൽ സ്ത്രീകളുണ്ടാകും, പുരുഷന്മാരുണ്ടാകും, മറ്റുള്ള യുവതികളുണ്ടാകും, യുവാക്കളുണ്ടാകും. അപ്പോൾ ഈ ഒരു ട്രൗസർ ധരിച്ചിട്ട് ഇങ്ങനെ ദീർഘദൂര യാത്ര നടക്കുക, അതിലെന്ത് ചെയ്യണ്ടാവും, ഇരിക്കും, നടക്കും, ചിലപ്പോൾ കിടക്കും. അപ്പോൾ ഇത് മാത്രമല്ല, മാർക്കറ്റിലേക്ക് ഇങ്ങനെയുള്ള വസ്ത്രം ധരിച്ച് വരിക, അപ്പോൾ അതൊന്നും ശരിയല്ല എന്നാ. ഇപ്പോൾ ഒരാൾക്ക് വേണമെങ്കിൽ വാദിക്കാം, പുരുഷൻ്റെ ഔറത്ത് എന്ന് പറഞ്ഞാൽ ഔറത്തുർ-റജുലി മാ ബൈന സുറത്തി വറുക്ബ, കാൽമുട്ടിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിലുള്ള ഭാഗം മറക്കലാണ് പുരുഷൻ്റെ ഔറത്ത് എന്നൊക്കെ പറയാം.
ഓക്കെ, പക്ഷേ ഒരു മാന്യത, അന്തസ്സ്, അതെന്താ? അത് നമ്മൾ പിന്നെ ഒരു മാന്യമായിട്ടുള്ള, ആളുകൾ കണ്ടാൽ ഒരു വെറുപ്പ്, ഒരു അരോചകം ഉണ്ടാക്കാത്ത രൂപത്തിൽ ഒരു അന്തസ്സുള്ളൊരു വസ്ത്രം ധരിക്കുക എന്നുള്ള, നമ്മൾ ഒരു ഷർട്ട്, അത് ടീഷർട്ടായാലും ശരി, ഒരു കാൽമുട്ടുൾപ്പെടെ മറക്കുന്ന ഒരു തുണിയോ അല്ലെങ്കിൽ പാൻറ്റോ അതുപോലെയുള്ള വസ്ത്രമൊക്കെ ധരിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനാകട്ടെ, ബസ് സ്റ്റാൻഡ് ആകട്ടെ, ഹോസ്പിറ്റലിലേക്ക് പോലും ഈ രൂപത്തിൽ വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മളെന്ത് ചെയ്യണം? ഈ രംഗത്തൊക്കെ കുറച്ച് മാന്യത പുലർത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. ചില ആളുകൾ ഈ ട്രൗസർ ധരിച്ചിട്ടുണ്ടല്ലോ, കക്ഷൊക്കെ പ്രദർശിപ്പിക്കുന്ന രൂപത്തിലുള്ള ഈ ഇന്നർ ബനിയൻ ഉണ്ടല്ലോ, അതും ഒക്കെ ധരിച്ച് നടക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ പലപ്പോഴും പറയാറുള്ളത്, ഞാൻ ആവർത്തിക്കുന്നില്ല, സൂചിപ്പിക്കുക മാത്രം ചെയ്യുന്നു. ചില യുവാക്കളായ സഹോദരങ്ങൾ എന്ത് ചെയ്യുന്നറിയുങ്ങൾ? പാൻറ് ധരിക്കും, ടീഷർട്ട് ധരിക്കും. അത് റുകൂയിലേക്ക് പോയാൽ പൃഷ്ഠം കാണും, ഒന്ന് ഭക്ഷണത്തിലിരുന്നാൽ പൃഷ്ഠം കാണും, അല്ലെങ്കിൽ ഒന്ന് കുമ്പിട്ടാൽ. അപ്പം ആ രൂപത്തിലുള്ള വസ്ത്രം നമ്മളിപ്പോൾ ഇവിടെ കുടുംബങ്ങളാണല്ലോ, പിതാവുണ്ടാകും, മാതാവുണ്ടാകും, അപ്പോൾ എല്ലാവരും, നമ്മളെ മക്കളും നമ്മൾ സ്വയം ഇങ്ങനെയുള്ള അവസ്ഥകൾ മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്ക് വളരെ വെറുക്കുന്ന വൃത്തികെട്ട രൂപത്തിലുള്ള വസ്ത്രം ധരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കൂടാ എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഗൗരവമായിട്ട്, പുരുഷന്മാരുടേത് ആദ്യം ഞാൻ പറയുന്നുള്ളൂ കേട്ടോ, സ്ത്രീകളുടേത് വരാനിരിക്കുകയാണ്. അപ്പോൾ അതിശക്തമായ ഭാഷയിൽ പ്രവാചകൻ്റെ വചനങ്ങളിൽ കാണാം, ഈ പുരുഷൻ വസ്ത്രം ധരിക്കുമ്പോഴേ മാ അസ്ഫല മിനൽ കഅബൈനി മിനൽ ഇസാരി ഫഫിന്നാർ, നരകത്തിലാണെന്ന, നെരിയാണിയുടെ താഴെ ധരിക്കുന്ന വസ്ത്രം നരകത്തിലാണെന്ന. അപ്പോൾ അത് ബുഖാരിയിൽ 5787. അങ്ങനെ ഒരുപാട് ഹദീസുകളുണ്ട്, ഡസൻ കണക്കിന് ഹദീസുകളുണ്ട് ആ വിഷയത്തിൽ. ഇതേ വിഷയം പറയുന്ന മറ്റൊരു ഹദീസ് ഞാൻ കേൾപ്പിക്കാം. സലാസത്തുൻ, 3 വിഭാഗം ആളുകൾ, ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അല്ലാഹു തആല അവരോട് സംസാരിക്കുകയില്ല. വലാ യൻദുറു ഇലൈഹിം, അവരിലേക്ക് അല്ലാഹു നോക്കുകയില്ല. അള്ളാഹിൻ്റെ നോട്ടം എന്ന് പറഞ്ഞാൽ കാരുണ്യത്തിൻ്റെ നോട്ടമുണ്ടാകുകയില്ല. വലാ യുസക്കീഹിം, അവരെ സംസ്കരിക്കുകയില്ല, അവരെ പാപങ്ങൾ ശുദ്ധീകരിക്കുകയില്ല എന്നർത്ഥം. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയിട്ടുള്ള ശിക്ഷയുണ്ടായിരിക്കും. അതിലൊന്നാമതായി പറയുന്നത് എന്താ? അൽ മുസ്ബിലു എന്നാണ്, വസ്ത്രം നിലത്തിട്ടിഴക്കുന്നവൻ എന്നാണ് പ്രവാചകൻ പറയുന്നത്. അപ്പോൾ ഈ നെരിയാണ്ട് താഴെ വസ്ത്രം ധരിക്കുന്ന ആളുകൾ അത് നരകത്തിലാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം എന്താ? മഅനാഹു, അതിൻ്റെ ആശയം, അന്നല്ലദീ ദൂനൽ കഅബൈനി മിനൽ ഖദമി യുഅദ്ദബു ഉഖൂബതൻ, അതായത് ഈ താഴ്ഭാഗത്തേക്ക് വസ്ത്രമാക്കി ധരിച്ച് നടക്കുന്ന ആ കാരണം കൊണ്ടവന് അന്ത്യനാളിൽ ശിക്ഷിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ എന്തിനാണ് പരലോകത്ത് ആ നരകത്തിൽ നിന്നുള്ള ശിക്ഷ നമ്മൾ ഏറ്റുവാങ്ങുന്നത്? അപ്പോൾ അതുകൊണ്ട് അത് പാടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അഹങ്കാരപൂർവ്വം, പ്രത്യേകിച്ച് മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട്, അഹങ്കാരത്തോടുകൂടെ വലിച്ചെടുക്കുന്ന ആളുകൾ. ഈ ഹദീസുകൾ പറഞ്ഞപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, പ്രവാചകരെ, ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ എൻ്റെ വസ്ത്രം ഇങ്ങനെ നെരിയാണ്ട് താഴെയാകാറുണ്ട്, അപ്പോൾ നീ അഹങ്കാരമില്ലാതെയല്ലേ എന്നുള്ളൊരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്. എങ്കിൽ പോലും ഞാനും നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ഇസ്ലാമികമായ സംസ്കാരം എന്നുള്ള നിലക്ക് നമ്മുടെ നെരിയാണിയുടെ താഴെ ആവാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ സമീപകാലത്ത്, അതുകൂടെ പറയണമല്ലോ, സമീപകാലത്ത് ഈ വിഷയത്തിൽ തീവ്രമായ ചിന്താഗതിയുള്ള ചില സഹോദരങ്ങൾ പാൻറ്റൊക്കെ ഇങ്ങോട്ട് പൊക്കിയിട്ട് ഈ കാലിൻ്റെ, നെരിയാണിയുടെയും മുട്ടുകാലിൻ്റെയും പകുതി വരെ ആ രൂപത്തിൽ അങ്ങനെ അതിര് കവിയുന്നത് ശരിയല്ല. നമ്മൾ നെരിയാണിയുടെ താഴെയാകാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ പാഠം എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറ്റൊന്ന്, പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളുടെ വസ്ത്രം, പുരുഷന്മാർ സ്ത്രീകളുടെ വസ്ത്രം ധരിച്ചുകൂടാ, സ്ത്രീകൾ പുരുഷന്മാരുടെയും ഡ്രസ്സ് ധരിച്ചുകൂടാ. അങ്ങനെയുള്ള ആളുകൾ അള്ളാഹിൻ്റെ റസൂൽ ശപിച്ചിട്ടുണ്ട് എന്ന് സഹീഹുൽ ബുഖാരി 5885 വചനത്തിൽ പറയാം. ഹദീസ് ഞാൻ സമയ ദൈർഘ്യം ഭയന്നുകൊണ്ട് വായിക്കുന്നില്ല.
അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. പുരുഷന്മാരെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ നോക്കൂ, പുരുഷൻ എന്ന് പറയുന്നത് അവൻ്റെ ഡ്രസ്സ്, ആ വസ്ത്രസങ്കല്പം ഇസ്ലാം പറയുന്നതിനനുസരിച്ച് ക്രമീകരിക്കേണ്ടതുണ്ട് എല്ലാ അർത്ഥത്തിലും. ഇനിയോ ഇതിങ്ങനെ അലക്കാതെ തേക്കാതെ, സുബ്ഹാനല്ലാഹ്, ഈ പിന്നെ പലപ്പോഴും പള്ളിയിലൊക്കെ പോകുമ്പോൾ ഇതിൻ്റെയൊക്കെ ദുർഗന്ധം വരാറുണ്ട്, ഈ സോക്സിൻ്റെയൊക്കെ. അപ്പോൾ അങ്ങനെ അത് പാടുള്ളതല്ല. നമ്മൾ എന്ത് ചെയ്യണം? അലക്കണം, വൃത്തിയാക്കണം. മറ്റുള്ള ആളുകൾക്ക് ഒന്നുകൊണ്ടും നമ്മൾ ഒരു ശല്യം, ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിക്കൂടാ എന്നുള്ള. ഇനി സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്ത്രീകൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരെ, പുരുഷന്മാരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലല്ലേ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുകയുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള വളരെ പ്രസിദ്ധമായ, നിങ്ങളെല്ലാവരും പലതവണ കേട്ടിട്ടുള്ള ഒരു വചനം, സിൻഫാനി മിൻ അഹ്ലിന്നാർ, 2 വിഭാഗം ആളുകൾ നരകത്തിലാണ് എന്ന് പറയുന്നത്. അതൊന്നെന്താ? ജനങ്ങൾ അനാവശ്യമായിട്ട് മർദ്ദനങ്ങൾ നടത്തുന്ന മർദ്ദക വീരന്മാരായ ആളുകളെ സംബന്ധിച്ചാണ്. പീഡിപ്പിക്കുക ആളുകളെ, അവരെ പിന്നെ അടിക്കുക, അങ്ങനെയുള്ള ആളുകൾ അവർ നരകത്തിലാണെന്നാണ്. രണ്ടാമത്തെ വിഭാഗമാരാ? വനിസാഉൻ, ചില സ്ത്രീകളാണ്. എല്ലാ സ്ത്രീകളും അല്ല, ചില സ്ത്രീകൾ അവർ നരകത്തിലാണെന്നാണ്. അവരുടെ പ്രത്യേകത എന്താ? കാസിയാത്തുൻ, അവർ ഡ്രസ്സ് അണിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആരിയാത്തുൻ, അവർ നഗ്നരാണ്. എങ്ങനെയാ ഡ്രസ്സ് ധരിച്ചിട്ട് നഗ്നരാകുക? ഡ്രസ്സ് ധരിച്ചിട്ട് എങ്ങനെ നഗ്നരാകും? അപ്പോൾ ഈ ഹദീസിൻ്റെ ഷറയിൽ കാണാൻ വേണ്ടി കഴിയും, അവര് അകത്തുള്ളത്, ശരീരത്തിൻ്റെ മാംസളമായ വടിവത്വ ഭാഗങ്ങൾ ആളുകൾക്ക് കാണാവുന്ന, ആസ്വദിക്കാവുന്ന, അവരുടെ വിചാരങ്ങൾ ഉത്തേജിപ്പിക്കുന്ന വിധത്തിലുള്ള നേർത്തതും കട്ടിയില്ലാത്തതും ഇടുങ്ങിയതുമായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുന്നവർ അവര് നരകത്തിലാണെന്നാണ്. ഓർക്കണം. എന്നിട്ട് മുമീലാത്തുൻ മായിലാത്തുൻ എന്ന് പറയുകയുണ്ടായി. മുമീലാത്തുൻ മായിലാത്തുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാഞ്ഞും ചെരിഞ്ഞും ഒക്കെ നടക്കുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മായിലാത്തുൻ ഇലർ റിജാലി ബിഖുലൂബിഹിന്ന ഔ ബിഖവാലിബിഹിന്ന, ഹൃദയങ്ങൾ കൊണ്ട് പുരുഷന്മാരിലേക്ക് ചെരിഞ്ഞ് അഥവാ ആഭിമുഖ്യം കാണിക്കുന്ന, അവരെ വശീകരിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രവേഷവിധാനങ്ങൾ അണിഞ്ഞ് നടക്കുന്ന ആളുകൾ. അതുപോലെ സായിഖാത്തുൻ അനിൽ ഇഫാഫ്, പതിവ്രത, അതായത് ലൈംഗിക അച്ചടക്കം അത് കളഞ്ഞു കുളിച്ചുകൊണ്ട് ജീവിക്കുന്ന സഹോദരിമാർ, അവരൊക്കെ നരകത്തിലാണെന്നാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇടുങ്ങിയ വസ്ത്രം ധരിക്കുക, നേരിയ വസ്ത്രം ധരിക്കുക. ഇപ്പോൾ സാരി ഉണ്ടല്ലോ, ഈ സാരി മുമ്പ് കാലഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മുസ്ലിം സഹോദരിമാർ സാരി വന്നപ്പോൾ സാരിയെ പിന്നെ പുരോഹിതന്മാർ എതിർത്തിരുന്നു എന്നാണ്. സാരിയുടെ മുമ്പ് പിന്നെ വെറും ബ്ലൗസും അതുപോലെ തന്നെ തുണിയുമായിരുന്നു, ഒറ്റ തുണി. ആ രൂപത്തിലുള്ള കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ടെന്നാണ്. പിന്നെ ആളുകൾ ഇന്നർ ഉടുക്കാൻ തുടങ്ങി. അപ്പോൾ സാരി വന്നപ്പോൾ, സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുണിയും ബ്ലൗസും ധരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ശരീരം മറക്കുന്നതാണ്. പക്ഷേ സാരി എന്ന് പറയുന്നത് നിങ്ങൾ നോക്കൂ, സാരി ധരിച്ചാൽ പിന്നെ വയറ്, അതുപോലെ പൊക്കിൾ, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ കാണുന്നൊരവസ്ഥ ഉണ്ടാവും. അത് കരുതി സാരി ധരിക്കാൻ പാടില്ല എന്നല്ല, സാരി ധരിക്കാം. ഇതൊക്കെ മറച്ചുകൊണ്ട് അന്തസ്സോടുകൂടെ മറച്ച് ധരിച്ച് പിന്നെ തീർച്ചയായിട്ടും അത് അനുവദനീയമാണ്. പക്ഷേ അതൊടുക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഈ സാരി അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ പിന്നെ പർദ്ദ വന്നല്ലോ. പർദ്ദ അന്തസ്സുള്ള ഒരു ഡ്രസ്സാണ്. പക്ഷേ ആ പർദ്ദയിൽ നിന്നോ ഷെയ്പ്പ് പർദ്ദകൾ വന്നു. ഷെയ്പ്പ് പർദ്ദകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ നിമ്നോന്നതങ്ങൾക്കനുസരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഉന്തി പൊന്തി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ മുഴപ്പിച്ച് പിന്നെ കാണുന്ന വിധത്തിലുള്ള പർദ്ദകൾ. അത് പ്രത്യേകം, അതാണ് പർദ്ദ ഷെയ്പ്പാക്കുക എന്നുള്ള പ്രയോഗം തന്നെ ടൈലർമാർക്കിടയിലുണ്ട്. അപ്പോൾ ആ രൂപത്തിലുള്ള വേഷവിധാനങ്ങളിലേക്ക്
പോകാനായിട്ട് പാടില്ല. ഒരു കുറച്ചൊക്കെ എന്ത് ചെയ്യണം, കട്ടിയുള്ളതാവണം, ഒന്ന് ലൂസാവണം, അകത്തുള്ളത് പുറത്ത് കാണാൻ പിന്നെ പാടില്ലാത്ത രൂപത്തിൽ, ആ രൂപത്തിലുള്ള വസ്ത്രമായിരിക്കണം, അന്തസ്സുള്ളതായിരിക്കണം. നിങ്ങൾ നോക്കൂ, ഇതൊക്കെ പറയുമ്പോൾ പർദ്ദയൊക്കെ വന്നപ്പോൾ പിന്നെ ചില ആളുകൾ എന്ത് ചെയ്തു, പിന്നെ ഇതിനൊക്കെ അതിശക്തമായിട്ട് എതിർത്തു. നമ്മൾ പർദ്ദയാവട്ടെ, സാരി ആവട്ടെ, ചുരിദാറാവട്ടെ, അതൊക്കെ ധരിക്കാം. പക്ഷേ പിന്നെ അവിടെയൊക്കെ നമ്മൾ ഒരു അച്ചടക്കം പാലിക്കണം. ചുരിദാറാണെങ്കിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ സൈഡൊക്കെ ഓപ്പൺ ഇങ്ങനെ വെട്ടിയിട്ട് അത് ധരിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ധരിക്കാം, പക്ഷേ കൂടുതലാക്കിയിട്ട് ഇത് പിളർത്തിക്കഴിഞ്ഞാൽ തുടയൊക്കെ കാണുന്ന, നിങ്ങൾ നോക്കൂ, മനുഷ്യനെ ആകർഷിക്കുന്ന ഭാഗങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്ന അവസ്ഥ. എന്നിട്ടൊരു കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് പാറിക്കഴിഞ്ഞാൽ ഈ ശരീരത്തിൻ്റെ ആകൃതി അവിടെ അനാവരണം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇതൊന്നും തന്നെ പാടുള്ളതല്ല. നമ്മൾ അതില്ലാത്ത രൂപത്തിൽ നമുക്കിത് ധരിക്കാവുന്ന നമ്മുടെ സഹോദരിമാർക്ക് ഈ പിന്നെ ചുരിദാറാവട്ടെ, സാരി ആവട്ടെ, പർദ്ദയാവട്ടെ ധരിക്കാം. ഈ പർദ്ദ വന്നപ്പോൾ പിന്നെ നമ്മുടെ നാട്ടിലെ പല ആളുകൾ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഈ രൂപത്തിൽ പിന്നെ മാറുമറക്കലും ശരീരം മറക്കലും ഇത് ചാക്കാണ് ഇതിനെ ആക്ഷേപിച്ച് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. അപരിഷ്കൃതമാണ്, തടവറയാണ്, ചാക്കാണ് എന്ന് പറയുകയുണ്ടായി. അങ്ങനെ ആരൊക്കെ ആക്ഷേപിച്ചാലും ശരി, മാന്യമായിട്ടുള്ള വസ്ത്രമാണ് ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം. സാരി ആവട്ടെ, എത്രയോ നല്ല ദീനീ രംഗത്ത് പ്രവർത്തിക്കുന്ന, പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്ന സഹോദരിമാർ സാരി കൊടുത്ത് വയറൊക്കെ ശരീരഭാഗങ്ങൾ മറച്ച് മഫ്തയിട്ട് അന്തസ്സായി നടക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയാവണം. പർദ്ദയാണെങ്കിലും അന്തസ്സ്. അതല്ല പർദ്ദ ധരിക്കുകയും ചെയ്തിട്ട് അത് ഷെയ്പ്പാക്കി മോശമായിട്ട് നടക്കുകയല്ല വേണ്ടത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൻ്റെ ഒരു തത്വം എന്ന് പറയുന്നത്, യാ അയ്യുഹൻ നബിയ്, പ്രവാചകരെ, കുൽ അങ്ങ് പറയണം, ലി അസ്വാജിക അങ്ങയുടെ പത്നിമാരോട്, വ ബനാതിക അങ്ങയുടെ പെൺമക്കളോട്, വ നിസാഇൽ മുഅ്മിനീന സത്യവിശ്വാസികളുടെ സ്ത്രീകളോട് അങ്ങ് പറയണം, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, ജിൽബാബുകളിൽ നിന്ന് അവര് താഴ്ത്തിയിടട്ടെ എന്നാണ്. വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായത്തിലെ 59-ാമത്തെ സൂക്തമാണ്. ജിൽബാബ് അണിയണം. അപ്പോൾ എന്താണ് ജിൽബാബ്? കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു സ്ത്രീ പിന്നെ ചുരിദാറാവട്ടെ, അല്ലെങ്കിൽ മാക്സി ആവട്ടെ, പർദ്ദയാവട്ടെ, അത് ധരിച്ചു. അവൾ ശിരോവസ്ത്രം ധരിച്ചു. ആ ശിരോവസ്ത്രം ധരിച്ചിട്ട് അതിൻ്റെ ബാക്കി ഈ മാർവിടത്തിലൂടെ താഴ്ത്തിയിടണം. മാറ് ശരിയാവണ്ണം മറക്കുന്ന ഡ്രസ്സായിരിക്കണം. അതാണ് പിന്നെ ഈ പർദ്ദ ഉൾപ്പെടെ, അല്ലെങ്കിൽ പിന്നെ ഔറത്ത് മറക്കുന്ന ആ ഡ്രസ്സ് ഉൾപ്പെടെയുള്ള ഇങ്ങനെയുള്ള ഈ വർണ്ണിച്ച ശിരോവസ്ത്രം അതുൾപ്പെടെയുള്ള സംഗതിക്കാണ് എന്ത് പറയുക, ജിൽബാബ് എന്ന് പറയുക. അത് ഒട്ടേറെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തഫ്സീറുൽ ജലാലൈനിൽ കാണാം, ഈ ജിൽബാബ് എന്ന് പറഞ്ഞാൽ ഐ യസ്തുർന റൂസ, തലമറക്കുന്ന, വൽ അനാഖ കഴുത്തുകൾ മറക്കുന്ന, ശ്രദ്ധിക്കണം കേട്ടോ, വസ്സുദൂറ നെഞ്ച്, ചെസ്റ്റ്, ഇത് മറക്കുന്ന, ഇതിനാണെന്ത് പറയുക, ജിൽബാബ് എന്ന് പറയുക. നമ്മുടെ മലയാള പരിഭാഷയിൽ ഇതിൻ്റെ കറക്റ്റ് അർത്ഥം കൊടുത്തിട്ടുണ്ട്. ചെറിയ മുണ്ടവും അതുപോലെ തന്നെ പറപ്പൂരും എഴുതിയിട്ടുള്ള പരിഭാഷ ഉണ്ടല്ലോ, അതിൽ പിന്നെ ചില മാറ്റത്തിരുത്തലുകൾ, അത് പ്രസിദ്ധീകരിച്ച കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില മാറ്റത്തിരുത്തലുകൾ സമീപകാലത്തുണ്ടായിട്ടുണ്ട്. അത് എഴുതി ചേർത്തിട്ടുണ്ട് അവരുടെ അഭിപ്രായമെങ്കിലും യഥാർത്ഥത്തിലുള്ള അർത്ഥം അതിൽ കൊടുക്കുന്നുണ്ട്. അതായത് തലയും കഴുത്തും മാറും മറക്കുന്ന വസ്ത്രം, അതാണ് ജിൽബാബ്. അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത്, മുഖം മറക്കണം എന്നെന്തില്ല, ഖുർആൻ പഠിപ്പിക്കുന്നില്ല. ഒരു സ്ത്രീ നിർബന്ധമായും അന്യപുരുഷന്മാരുടെ മുമ്പിൽ മറക്കേണ്ട വേഷം എന്താ? മുൻകൈയും മുഖവും ഒഴികെയുള്ള ഭാഗങ്ങൾ അന്യപുരുഷന്മാരുടെ മുമ്പിൽ മറക്കുക എന്നുള്ളതാണ്. അതാണ് ഇസ്ലാമിൻ്റെ താല്പര്യം. ആ ഭാഗം ചുരുങ്ങിയ നിലയിൽ സൂചിപ്പിക്കുകയാണ്.
വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ. സൂറത്തു നൂർ 24-ാം അധ്യായം 31-ാമത്തെ സൂക്തം. അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് എല്ലാ തഫ്സീറിലും ഇമാം ഇബ്നു കസീർ ആവട്ടെ, തബരി ആകട്ടെ, ഖുർത്തുബി ആകട്ടെ, അതിനകത്ത് കാണാം പണ്ഡിതന്മാർ അഥവാ സ്വഹാബികൾ, അതുപോലെ തന്നെ താബിഈങ്ങൾ, അങ്ങനെ മുൻകാല പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഹുവൽ വജ്ഹുവൽ കഫാൻ, രണ്ട് കൈപ്പടങ്ങളും മുഖവും ഒഴികെയുള്ള ഭാഗങ്ങൾ മറക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾ നോക്കൂ, അപ്പോൾ പർദ്ദയണിഞ്ഞ് ഈ മഫ്തയൊക്കെ ധരിച്ച് ആ മഫ്തയുടെ ബാക്കി ഭാഗം എന്ത് ചെയ്യുക, തലയും കഴുത്തും മറച്ച് ബാക്കി ഭാഗം മറക്കുന്ന അതായിരിക്കണം. ചില സഹോദരിമാർ അവർ തല മറച്ചിട്ട് എന്ത് ചെയ്യുന്നറിയ, ഈ മഫ്തൻ്റെ കഴുത്തിൽ ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് പുറകിലേക്കോ അല്ലെങ്കിൽ ഇവരിങ്ങോട്ട് ചുരുട്ടി താഴ്ത്താതെ അണിയുന്ന അതൊക്കെ ഒഴിവാക്കണം. നമ്മൾ എന്ത് ചെയ്യണം, മറക്കണം. അത് മാറിലൂടെ താഴ്ത്തിയിടണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചില ആളുകൾ ഇവിടെയുള്ള ശരീരത്തിൻ്റെ ഭാഗം പോലും കാണിക്കാറുണ്ട്. നമസ്കരിക്കുന്ന, നോമ്പ് നോക്കുന്ന, അതൊക്കെ ഹറാമാണ്. തട്ടം എങ്ങനെയാണ് തട്ടം ഇടുന്നത്? ചില സഹോദരിമാർ തട്ടം ഇടുന്നു എന്ന് പറയുന്നു. തട്ടം തോളിലായിരിക്കും, തലയിലായിരിക്കൂല. അങ്ങനെയുണ്ട്. തട്ടം തോളിലൂടെ പുരുഷന്മാർ കണ്ടാലും ആര് കണ്ടാലും തട്ടം തോളിലൂടെ അണിയുന്നവർ. ഇനിയോ ചില സഹോദരിമാർ തട്ടം ഇടും, തലയുടെ പകുതി ഭാഗം മാത്രം. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഹറാമാണ്, ശിക്ഷാർഹമാണ്. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കുക തന്നെ വേണം. ഇസ്ലാമികമായിട്ടുള്ള അച്ചടക്കം പൂർണ്ണമായിട്ടും പാലിക്കാൻ നാം ബാധ്യസ്ഥരാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതല്ലാതെ ഇപ്പോൾ സാംസ്കാരിക രംഗം എന്ന് പറഞ്ഞിട്ട് സിനിമാ രംഗമാണല്ലോ പ്രധാനമായിട്ടും ആളുകൾ ഉദ്ദേശിക്കുന്നത്. ഈ സിനിമാ രംഗത്തൊക്കെയുള്ള സെലിബ്രിറ്റികൾ അവർ അല്പം വസ്ത്രം ധരിച്ചിട്ട് അവരുടെ ശരീരത്തിൻ്റെ ലൈംഗികാവയവങ്ങളൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഉദ്ഘാടനത്തിന് വരികയാണ്. അവിടെ ആളുകൾ തിങ്ങിക്കൂടുകയാണ്. അവിടെ ഫോട്ടോ എടുക്കാൻ, ലൈവ് കൊടുക്കാൻ, വീഡിയോ എടുക്കാൻ. എന്നിട്ട് അങ്ങനെയുള്ള സെലിബ്രിറ്റികളിൽ അവരുടെ വേഷവിധാനങ്ങളിൽ ആകൃഷ്ടരായിക്കൊണ്ട് മുസ്ലിം സഹോദരിമാർ എന്ന് മാത്രമല്ല, മുസ്ലിം സഹോദരങ്ങൾ ഞങ്ങളുടെ മക്കൾക്കൊക്കെ അതാവാം, അടിച്ചു പൊളിക്കട്ടെ എന്നുള്ള ഒരു ചിന്താഗതി പാടില്ല സഹോദരങ്ങളെ. അതൊക്കെ തിരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ പറയുമ്പോൾ ആരും നിങ്ങൾ വെറുക്കരുത് എന്ന്. നമ്മൾ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തുക എന്നുള്ളതാണ്, കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ള. ഇപ്പോൾ ഈ അടുത്ത് സമീപകാലത്തൊരു വസ്ത്രം വന്നിട്ടുണ്ട്, ഒരു 2-3 കൊല്ലമൊക്കെ ആയിട്ട് കാണും. നമ്മൾ യുവതികളൊക്കെ ഡ്രസ്സ് ധരിച്ചാലേ ഈ മാറിൻ്റെ താഴെ ഒരു നൂലിന് കിട്ടും. അപ്പോൾ ഇത് പൊന്തി നിൽക്കും. അപ്പോൾ അതൊക്കെ എന്താണ്, വഷളത്തരമാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം എന്നുള്ളതാണ്. അതുപോലെ ടീഷർട്ട്, ജീൻസ്, പെൺകുട്ടികൾ മുമ്പ് ഈ മേഴ്സി കോളേജ് എന്ന് പറഞ്ഞിട്ട് പാലക്കാട് ഒരു കോളേജുണ്ട്, അറിയപ്പെട്ട പഴയ ഒരു കോളേജാണ്. അപ്പം അതിൽ മാതൃഭൂമി പത്രക്കാർ ഒരു ഇൻ്റർവ്യൂ നടന്നുണ്ടായി കോളേജ് കുമാരികൾക്കിടയിൽ. അപ്പോൾ അവിടെ അത്യാവശ്യം അച്ചടക്കത്തോടു കൂടെയൊക്കെ ഡ്രസ്സ് ധരിക്കുന്ന ഒരു കോളേജാണ്. പക്ഷേ കുട്ടികൾ, ഒരു മുസ്ലിം പെൺകുട്ടി അവളുടെ അഭിപ്രായം പറഞ്ഞത്, എനിക്ക് കംഫർട്ടായിട്ടുള്ള ടീഷർട്ടും ജീൻസും ധരിച്ച് വരിക എന്നുള്ളതാണെന്നാണ്. നമ്മൾ ആലോചിക്കണം, അത് അന്ന് എന്നോ പറഞ്ഞതാണ്. അപ്പോൾ ആ രൂപത്തിലേക്ക് അധപ്പതിക്കാൻ നമ്മൾ പാടുള്ളതല്ല എന്നാണ് ഞാൻ ചുരുക്കുകയാണ്. ഇതൊക്കെ സമൂഹത്തിൽ ആയിരക്കണക്കിന് സഹോദരിമാർ ചെയ്യുമ്പോൾ നല്ല നല്ല തറവാടുകൾ, നല്ല ഹജ്ജൊക്കെ ചെയ്യുന്ന ദീനീബോധമുള്ള കുടുംബങ്ങളിലെ ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്നാൽ നമുക്കും ആകാം എന്നുള്ള ചിന്താഗതിയാണ് പലർക്കും. എന്നാൽ കേട്ടോളൂ പ്രിയമുള്ളവരെ, അള്ളാഹിൻ്റെ റസൂൽ മരണപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് 10 കൊല്ലം സേവനം അനുഷ്ഠിച്ച ഒരു സഹാബി ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പേരെന്താ പറയൂ? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്, നബി മരിച്ചിട്ട് അടുത്ത ഏതാനും വർഷങ്ങളേ ആയിട്ടുള്ളൂ. ഇപ്പതാ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നു. നിങ്ങൾ ചെയ്യുന്ന ചില ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ചെയ്യുന്ന ഈ തിന്മകളുണ്ടല്ലോ, അത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ കാലഘട്ടത്തിൽ കുന്നാ നഉദ്ദുഹാ മിനൽ മുബികാത്ത്
വലിയ പാപങ്ങളിലായിക്കൊണ്ടാണ് ഞങ്ങൾ എണ്ണാറുണ്ടായിരുന്നത് എന്നാണ്. ഇന്നക്കും ലതഅമലൂന അഅമാല, നിങ്ങൾ ചില പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഹിയ അദഖു ഫി അഅ്യുനികും മിനശ്ശഅർ, അത് നിങ്ങളുടെ വീക്ഷണത്തിൽ രോമത്തേക്കാൾ നിസ്സാരമാണ്. എന്നാൽ കുന്നാൻ ലനഉദ്ദുഹ അലാ അഹ്ദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മൂബിഖാത്ത്. കണ്ടോ, മൂബിഖാത്ത് എന്ന് പറഞ്ഞാ മനുഷ്യനെ നശിപ്പിക്കുന്ന അപകടകാരികളായിട്ടുള്ള പാപങ്ങൾ. അങ്ങനെയുള്ള പാപങ്ങളിലാണ് ഈ തിന്മകൾ എണ്ണിയിരുന്നത് എന്നാ. അപ്പോൾ ഇപ്പം ആളുകൾ എന്താ വിചാരിക്കുന്നത്, അപ്പോൾ പിന്നെ ഈ പുരോഗതി എന്ന് പറഞ്ഞുകൊണ്ട് എന്താ പുരോഗതി? മാറ് മൂടലല്ല, മറക്കലല്ല, മാറ് തുറന്നിടലാണ് പുരോഗതി എന്നാണല്ലോ പറഞ്ഞത്. അതാണ് വിളംബരം ചെയ്തത്. അപ്പോൾ ആ രൂപത്തിലേക്ക് പോകാൻ പാടില്ല. ഇവിടെ ഈ വചനത്തിൽ പറയുന്നത് എന്താ? വലിയ പാപങ്ങളിൽ എണ്ണാറുണ്ടായിരുന്ന ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ വരണം. നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ കുറ്റകരമാണ്. അതുകൊണ്ട് വസ്ത്രത്തിൻ്റെയും വേഷത്തിൻ്റെയും കാര്യത്തിൽ നമ്മൾ അച്ചടക്കം പാലിക്കുവാൻ നമ്മൾ തയ്യാറാകണം. യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സൽമി കാഫാ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ ഇസ്ലാമിൽ പൂർണ്ണമായിട്ട് പ്രവേശിക്കുക. കുറച്ച് ചെയ്തില്ല, അങ്ങനെയല്ല, പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ തയ്യാറാവുക. എന്നിട്ട് പറഞ്ഞു, വലാ തത്തബിഉ ഖുതുവാതി ശൈത്വാൻ, പിശാചിന്റെ താല്പര്യങ്ങൾക്ക് നിങ്ങൾ വശംവദരാകരുത്, പിശാചിന്റെ കാൽപാദങ്ങൾ നിങ്ങൾ പിൻപറ്റി പോകരുത് എന്നാണ്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, പിശാച് നിങ്ങളുടെ ശത്രുവാൻ. തല തുറന്നിട്ടോ, മാറു തുറന്നിട്ടോ, മൈ ഡ്രസ് മൈ ചോയ്സ്, മൈ ബോഡി മൈ ചോയ്സ് എന്നൊക്കെ പറയുന്ന സംഗതികളുണ്ടല്ലോ, അത് പിശാചിൻ്റെ സംസാരമാണ്, അത് നിങ്ങളുടെ ശത്രുവിൻ്റെ സംസാരമാണ്. അതുകൊണ്ട് ഓർക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള തിന്മകളിൽ നിന്നൊക്കെ മാറി അച്ചടക്കമുള്ള നല്ല വേഷ വിധാനങ്ങളൊക്കെ ധരിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് പിന്നെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആ രൂപത്തിലുള്ള നമ്മുടെ വസ്ത്രസങ്കല്പങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് അടക്കവും ഒതുക്കവുമുള്ള കുടുംബമായിട്ട് പോകാൻ നമ്മുടെ കുടുംബങ്ങളെ അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم وارحمنا إنك أنت أرحم الراحمين. صلى الله وسلم على نبينا محمد والحمد لله رب العالمين.